നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ ഓർമ്മയില് ഞാൻ ഭഗവാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ലല്ലോ. പൂജാദ്രവ്യങ്ങൾ ഒരുക്കുന്നതിലോ പടിക്കെട്ടുകൾ വൃത്തിയാക്കുന്നതിലോ ഒരു കുറവും വരുത്തിയിട്ടില്ല. പ്രാർത്ഥന അല്ലാതെ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. നന്മയല്ലാതെ മനസ്സിൽ മറ്റൊന്നും ചിന്തിച്ചിട്ടുമില്ല. എന്നിട്ടും എന്തിനാ ഈ പരീക്ഷണങ്ങള്? ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയിലും എല്ലാം സഹിച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടും എന്തിനാ മണ്ഡപത്തില് എന്നെ കൊണ്ടുചെന്നിരുത്തി? ആ മനുഷ്യനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ചു. എന്റെ ജീവിതത്തിന് ഇനി അർത്ഥമുണ്ടോ? ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ എന്റെ കുട്ടി ഭഗവാനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇനി നീ ജീവിക്കേണ്ട കാര്യമുണ്ടോന്ന്? ഇല്ലാണ്ട് പിന്നെ ഒരിടത്ത് നടക്കാത്ത കാര്യം നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നു. കഴുത്തിൽ നിന്നും നിന്റെ കെട്ടുതാലി പറിച്ചെടുക്കുമ്പോ കാഴ്ചക്കാരിയെ നോക്കി നിൽക്കേണ്ടി വന്നു. മുത്തശ്ശിയുടെ വാശിക്ക് മുൻപിൽ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. എന്നോട് പൊറുക്കുകൂട്ടി. അമ്മ എന്താ ചെയ്യാൻ പോന്നെ? അമ്മ അങ്ങനെ ചെയ്ത പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കുട്ടി. എല്ലാം മനസ്സിലാക്കാൻ അമ്മ വൈകിപ്പോയല്ലോ. ഇടയിൽ എപ്പോഴെങ്കിലും നീ ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും നാവിൽ നിന്ന് അത് കേട്ടിരുന്നെങ്കിൽ ഈ ചതിയുടെ കൂടെ അമ്മ നിൽക്കില്ലായിരുന്നു. പിന്നെന്താ ചെയ്യാനാ? ഇവിടെ ഞങ്ങക്ക് വഴിന്ന് കിട്ടിയതാ. അച്ഛൻ ആരാ അമ്മ ആരാണെന്നൊന്നും അറിയില്ല. ഇവിടെ മരുമോളായിട്ട് കൊണ്ടുപോയിക്കോന്ന് പറയോ? എന്നെ സ്വീകരിക്കോ അവര്? കുലവും ജാതിയും എന്നൊക്കെയുള്ള ആക്ഷേപം എത്ര കേട്ടതാ. അതുകൊണ്ട് പാരമ്പര്യമുള്ള ഒരു കുടുംബം എന്നെ സ്വീകരിക്കോ? ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഭഗവാനോട് പറയുന്നത് അതെന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിട്ടാ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരും, അടുക്കളയിലോട്ട്. എനിക്ക് ചെയ്യാൻ അവിടെ ഒരുപാട് ജോലികളുണ്ടല്ലോ. അല്ലാതെ മനസ്സിലെ സ്വപ്നവും കൊണ്ട് നടക്കാൻ എനിക്കെവിടെ അമ്മ നേരം? സ്വയം കുത്തി വേദനിക്കല്ലേ? നിന്റെ ഭഗവാനല്ലേ? ഭഗവാൻ നിനക്ക് തന്ന പരീക്ഷണങ്ങളായിരിക്കും. എല്ലാ പരീക്ഷണങ്ങൾക്കൊടുവിൽ നിന്നെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നത് പോലെ മറ്റൊരാളെ അനുഗ്രഹിക്കില്ല. അത് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എന്റെ മോൾ എനിക്കറിയില്ല. അച്ഛനോടും അമ്മയോടും നീ പുറത്തേക്കണേ മോളെ. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ ചടങ്ങോട് ചടങ്ങി തന്നെ. പ്രിയങ്കയ്ക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ? എന്ത് ടെൻഷൻ? പ്രിയങ്കയുടെ കണ്ണില് സ്പ്രേ വീണില്ലല്ലോ. പാവം, ഈ ചുറ്റും പരിചയമില്ലാത്തവര് മാത്രമാ. എന്നെ തിരക്കുന്നുണ്ടാവും. ആര് തിരക്കാൻ? മുത്തശ്ശിയില്ലേ? ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തില് മുത്തശ്ശിയെ കടത്തി വെട്ടാൻ വേറെ ആരാണുള്ളത്? ശരിയാ.
മുത്തശ്ശി തന്നെ ഏറ്റവും വലിയ ആശ്വാസം. എന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞതും ഇപ്പൊ പ്രിയങ്ക എന്റെ കൂടെ ചേർത്തതും എല്ലാം എല്ലാം മുത്തശ്ശി തന്നെ. ഏട്ടത്തി എനിക്കിന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഏതാ മുറി? എനിക്കറിയില്ല. ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ? ഇല്ല. ആ പിന്നെ ഈ നീട്ടി വിളിച്ചുള്ള ഏട്ടത്തീന്നുള്ള വിളി വേണ്ട. പിന്നെ എന്ത് വിളിക്കണം? പേര് വിളിക്കുന്നോണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് അത്രയ്ക്കുള്ള പ്രായമേ ഉള്ളൂ. ആ പിന്നെ വേറൊരു കാര്യം, ഈ വീട്ടിലധികം സ്വാതന്ത്ര്യം എടുക്കാന്ന് കരുതണ്ട. എല്ലാവരും ഇഷ്ടക്കൂടുതൽ കാണിക്കുമ്പോ ചിലപ്പോ തെറ്റിദ്ധരിച്ചു പോവും, അഹങ്കരിക്കാൻ തോന്നും. പ്രത്യേകിച്ച് അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്നാണല്ലോ വരവ്. പിന്നെ നിന്നെ പോലെ അല്ല ഞാൻ. എഴുതി കൂട്ടിയ കണിമംഗലത്തിനേക്കാളും അല്പം കൂടുതലായിരിക്കും എന്റെ കുടുംബത്തിന്റെ ആസ്തി. സോ ആ റെസ്പെക്ട് ഉണ്ടാവണം ഇനിയുള്ള എല്ലാ കാര്യത്തിനും. എന്തു പറ്റി മോളെ? ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മുറി ചോദിച്ചു. ഏട്ടത്തിക്ക് അത് ഇഷ്ടമായില്ല. പിന്നെ ഏട്ടത്തിനെ വിളിക്കണ്ടെന്നും പറഞ്ഞു. പിന്നെ എന്താണ് അവ വിളിക്കേണ്ടത് അവളെ? മോൾ അങ്ങനെ തന്നെ വിളിച്ചാ മതി. കൽപ്പന മനസ്സിൽ തട്ടുന്നത് എന്തെങ്കിലും പറഞ്ഞാ അത് മോൾ എന്നോടോ പത്മിനിയോടോ പറയണം. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ മോൾക്ക് മനസ്സിലാവും. പരിഭ്രമിച്ചൊന്നും നിൽക്കേണ്ട ഒരു കാര്യമില്ല. മോളുടെ വീടല്ലേ, അമ്മ മുറി കാണിച്ചു തരാം. വാ. വരട്ടെ. ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് മോള് ഡ്രസ്സ് മാറ്റിയാ മതി. താലിപൂജയാ. വരന്റെ അമ്മ വീട്ടിലേക്ക് മരുമകളായി സ്വീകരിച്ച് പരിപൂർണ മനസ്സോടെ പൂജാമുറിയിൽ വച്ച് താലിയില് കുങ്കുമം ചാർത്തണം. അത്രേ ഉള്ളൂ. ഞാനത് മറന്നമ്മേ. ആ ഞാനത് മറന്നില്ല. തലമൂത്തവര് അങ്ങനെ ചിലത് മറക്കാത്തതുകൊണ്ടാ കുടുംബം നിലനിൽക്കുന്നത്. എങ്കിൽ പിന്നെ മോൾ ഇവിടെ തന്നെ ഇരുന്നു. ഞാൻ പോയി ഈ പൂജാമുറി ഒന്ന് ഒരുക്കട്ടെ. താലിപൂജയും കൂടി കഴിഞ്ഞിട്ടേ അവന്റെ അടുത്തേക്ക് വിടാൻ കേട്ടോ. കുറെ കാലം ഇഷ്ടപ്പെട്ട് നടന്നതാണെങ്കിലും കാര്യമായിട്ടൊന്നും മിണ്ടിയും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ രണ്ടാളും. താലിപൂജ കഴിയുന്നതോടെ ഞാൻ എല്ലാ അർത്ഥത്തിലും കണിമംഗലത്തിന്റെ പ്രിയപ്പെട്ട മരുമകളാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.